السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أطيعوا الله وأطيعوا الرسول وأولي الأمر منكم. صدق الله مولانا العظيم. ഏറ്റവും ബഹുമാനമുള്ള സദാത്യങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. കൊട്ടപ്പുറം സംവാദത്തിന്റെ 30ാമത് വാർഷികമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. ആ സംവാദങ്ങൾ സംബന്ധിച്ച് ഉള്ള അനുസ്മരണങ്ങൾ അയവിറക്കിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി കൂടിയായ AP മുഹമ്മദ് മുസ്ലിയാർ പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിനീതനായ ഞാനും ആ സംവാദത്തിന്റെ 3 ദിവസവും സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള, അന്ന് നടന്നതാണെങ്കിലും 30 വർഷം മുമ്പ് നടന്നതാണെങ്കിലും അതിപ്പോൾ നടന്നതുപോലെയുള്ള അനുഭവങ്ങൾ, ഓർമ്മകൾ നിലനിൽക്കുന്നു. നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ അതിന്റെ വിജയം പലരും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതായിക്കൊള്ളട്ടെ, അതിന് നമുക്ക് തടസ്സമില്ല. സുന്നത്ത് ജമാഅത്തിന് വിജയമാണെന്നതിൽ ആർക്കും സംശയത്തിന് വഴിയില്ലല്ലോ. മാത്രമല്ല, ആ സംവാദത്തിൽ പങ്കെടുത്തവർക്കൊക്കെ അറിയുന്ന പരമാർത്ഥമാണ് വന്യരായ ഉസ്താദിന്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ വഹാബി പ്രസ്ഥാനത്തിന്റെ നട്ടെല്ല് ഒടിക്കുകയുണ്ടായി. അതാരും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമായിരുന്നു. ഞാൻ ഓർക്കുന്നു, അന്ന് സംവാദത്തിന് പുറപ്പെടുമ്പോൾ ഉസ്താദ് തന്നെ ഞങ്ങളോടൊക്കെ ചോദിച്ചു, ആദ്യത്തെ ഒരു ചോദ്യം, നല്ലൊരു ചോദ്യം. ആ ചോദ്യം എന്താണ്? പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ഫാറൂഖ് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പക്ഷേ ഉസ്താദ് അതിന് പറഞ്ഞു, അത് ശരിയാവില്ല, അങ്ങനെയൊന്നുമുള്ള ചോദ്യമല്ല. എന്നാൽ പിന്നെ എന്താണ് ആ ചോദ്യം എന്ന് ഉസ്താദിനോട് തിരിച്ചു ചോദിച്ചപ്പോൾ അപ്പൊ ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പറയാനാണല്ലോ ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അങ്ങനെ സ്റ്റേജിൽ വെച്ച് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഉസ്താദ് കണ്ട ചോദ്യം ഇതാണെന്ന് കൂടെയുള്ള ഞങ്ങളടക്കം മനസ്സിലാക്കിയത്. എന്നിട്ട് ചിലർ പറഞ്ഞു, ആ ചോദ്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു.
അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഞാനതിലേക്ക് കടക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സുൽത്താനുൽ ഉലമ എന്ന ആ പേര് പോലെ തന്നെ അല്ലാഹു എല്ലാ കാര്യങ്ങളിലും ഉസ്താദിന്റെ ആ സൽത്തനത്ത് അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ അതിന്റെ വിരോധികളായ ഏതൊക്കെ വിഭാഗങ്ങളുണ്ടോ ആ വിഭാഗങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനിന്റെ ശത്രുക്കളാണ്. ഇത് നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നാമും അവരും തമ്മിലുള്ള വ്യത്യാസം ശാഖാപരമായ വ്യത്യാസങ്ങളാണെന്നും ആ വ്യത്യാസങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഛിന്ന ഭിന്നമാക്കുകയാണെന്നുമൊക്കെ വിവരം കുറഞ്ഞ ആളുകൾ ചിലപ്പോൾ പറഞ്ഞേക്കും. നാം മനസ്സിലാക്കേണ്ടത് ശാഖാപരമായ ഭിന്നതയല്ല ഈ സംവാദത്തിനും കളമൊരുങ്ങിയത്. അങ്ങനെ തന്നെയാണ്. കർമ്മപരമായ കാര്യങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉള്ളത് അത് ശാഖാപരമായ തർക്കമാണ്. ഒന്നു ചെയ്യുമ്പോൾ തല മുഴുവൻ തടയണം എന്ന് പറയുന്ന മാലിക്കി മദ്ഹബും തല മുഴുവനായിക്കൊള്ളണമെന്നില്ല, വഅള് മതി, കുറച്ചു മതി, പക്ഷേ അത് എത്ര കുറച്ചായാലും മതി എന്ന ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ വീക്ഷണത്തോട് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു യോജിക്കുന്നില്ല. തലയുടെ ഒരു 1/4 ഭാഗമെങ്കിലും തടയണമെന്ന് ഇമാം അബൂ ഹനീഫ തങ്ങൾ പറയുമ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വീക്ഷണപ്രകാരം തലയുടെ അതിർത്തിയിൽപ്പെട്ട ഒരു മുടിയുടെ അല്പം തടഞ്ഞാലും മതിയാകും. പക്ഷെ ഈ തർക്കം ശാഖാപരമായ തർക്കമാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് കൂടിയായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ ശിർക്കാരോപിക്കുന്നില്ല, ബിദ്അത്ത് ആരോപിക്കുന്നില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിനെ കുറിച്ച് മുബത്തദിയാണെന്ന് പറഞ്ഞിട്ടില്ല, മുശ്രിക്കാണെന്ന് പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വീക്ഷണത്തെക്കുറിച്ച് അത് പിഴവാണ്, തെറ്റാണെന്ന വാദം ഇമാം മാലിക് തങ്ങൾക്കോ അവിടുത്തെ അനുയായികൾക്കോ ഇല്ല. എന്നാൽ ഈ പറഞ്ഞ 2 മദ്ഹബിന്റെ വീക്ഷണപ്രകാരവും അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞ് തെറ്റാണെന്നോ അത് പിഴച്ച അഭിപ്രായമാണെന്നോ അവരും പറയുന്നില്ല. അതെല്ലാം അവരുടേതായ രേഖകൾ വെച്ച് മാറ്റുരക്കുമ്പോൾ ഓരോ ഇമാമിനും പ്രബലമായ തെളിവിന്റെ വെളിച്ചത്തിൽ കിട്ടിയതനുസരിച്ച് അവർ പറഞ്ഞു. അതുകൊണ്ട് ആ തർക്കത്തിലൊന്നും എവിടെയും ബിലാ തദ്ലീലിൻ വലാ തബ്ദീഇ, വലാലത്തിലേക്ക് ചേർക്കലോ ബിദ്അത്തിലേക്ക് ചേർക്കലോ ഇല്ല. എന്നാൽ അങ്ങനെയല്ല ഇവിടത്തെ പുത്തൻ ആശയക്കാരുമായി ഉള്ള നമ്മുടെ തർക്കം. നാം മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാൻ അവർക്ക് തയ്യാറില്ല. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അതുകൊണ്ടല്ലേ ഒരു ഐക്യവേദിക്ക് വേണ്ടി രേഖാമൂലം നമുക്ക് ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കത്ത് തന്നപ്പോ അത് സംബന്ധമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവറ ചർച്ച ചെയ്ത് ആ കത്ത് തന്നവരുമായി നേരിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കാം മറുപടി കൊടുക്കൽ എന്ന് വെച്ച് അവരുമായി സംസാരിക്കാൻ വേദി ഒരുങ്ങി. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് തന്നെ അവരോട് പറഞ്ഞു, ഇവിടെയുള്ള വിഷയം ഞങ്ങൾ ഒരിക്കലും മുസ്ലിം ഐക്യത്തിന് എതിരല്ല. അതുകൊണ്ട് തന്നെ പുത്തൻ ആശയക്കാരും മുസ്ലിങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു.
അവർ ആശയത്തിൽ ഒരു പിഴച്ചുപോയി തെറ്റിപ്പോയി എങ്കിലും അവർ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തല്ലെന്നും അവരും മുസ്ലിങ്ങളാണെന്നും ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് അവർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ അവരെപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അങ്ങനെയുണ്ടോ? ആരാണ് നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് സമ്മതിക്കാത്ത കൂട്ടർ? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉസ്താദ് ശേഷം പറഞ്ഞു, പോകട്ടെ, നാളത്തെ പത്രത്തിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരട്ടെ. കാന്തപുരം സുന്നികൾ, ഈ സുന്നികൾ മുസ്ലിങ്ങൾ തന്നെയാണ്, മുശ്രിക്കുകളല്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശാഖാപരമായി വിടാം. ഇതിന് തയ്യാറാണോ എന്ന് നിങ്ങൾ അവരോട് ചോദിക്കണം. പക്ഷേ ആ ചോദ്യം അവർ ചോദിച്ചോ ഇല്ലേ നമുക്കറിയില്ല. അതിന് പിന്നീട് മറുപടിയും കിട്ടിയിട്ടില്ല. അപ്പൊ മുസ്ലിങ്ങളാണെന്ന് അംഗീകരിക്കാൻ പോലും പറ്റാത്ത വിധം നമ്മളെ ശിർക്കാരോപിച്ച കൂട്ടരാണ് അവർ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട്, ഞങ്ങൾ ശിർക്ക് നിങ്ങൾ ആരോപിക്കുന്നു, എന്താണ് ഈ ശിർക്കെന്ന് നിർണയിച്ചു വേണം ഈ ആരോപണം ഉന്നയിക്കാൻ. അതുകൊണ്ടാണ് ഒന്നാമത്തെ ചോദ്യം അശ്ശിർക്കു മാ ഹുവ, എന്താണ് ശിർക്ക്? ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ചോദിക്കാനുള്ള കാരണം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആരോപണങ്ങൾ നടത്തി ലോകത്ത് ഏറ്റവും ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ ഒന്നടക്കം മുശ്രിക്കുകളാക്കി മാറ്റുകയും വെറും വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം തൗഹീദിന്റെ ആളുകൾ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഇവർക്ക് യഥാർത്ഥത്തിൽ ഒരു കാലത്തും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇന്നും അവർ തമ്മിൽ ഇപ്പോ ശിർക്കിന്റെ വിഷയത്തിൽ തെറ്റിപ്പിരിഞ്ഞു. മുഴുവൻ ഈ ശിർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ജിന്ന് പ്രശ്നമൊക്കെ അതിൽ പെട്ടതാ. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുന്നത്, കുറെ ഖുർആൻ ഓതി അല്ലെങ്കിൽ കുറെ സുന്നത്ത് ഹദീസുകൾ ഓതി ഇങ്ങനെ ഖുർആനും സുന്നത്തും പറഞ്ഞ് സാധാരണക്കാരെ വഴിതെറ്റിക്കലാണ് ഇപ്പറഞ്ഞ എല്ലാ കൂട്ടരുടെയും പരിപാടി. അവർ ഖുർആന്റെയും സുന്നത്തിന്റെയും ആളുകളും ബാക്കിയുള്ളവർ സുന്നികൾ എന്ന് പറയുന്നവർ ഖുർആനോടും സുന്നത്തിനോടും പുറംതിരിഞ്ഞ് നിൽക്കുന്നവരും എന്നാണ് അവർ സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കുന്നത്. അവര് പറയുന്നു സാധാരണക്കാരോട്, ഇതാ നിങ്ങൾ ഖുർആന്റെയും സുന്നത്തിന്റെയും കൂടെ നിൽക്കണം, ഈ മുസ്ലിയാക്കന്മാരെ പണ്ഡിതന്മാരെ കൂടെ നിങ്ങൾ നിന്നു പോകരുത്, നമുക്ക് ഖുർആനും സുന്നത്തും നമ്മുടെ കയ്യിലുണ്ടല്ലോ. വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, തറക്തു ഫീക്കും അംറൈനി ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, ഞാൻ രണ്ട് കാര്യം നിങ്ങളിൽ ഒഴിച്ചുപോയി, അത് നിങ്ങൾ പിടിച്ചു നിൽക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിതെറ്റില്ല. ഏതാണ് ആ രണ്ട് കാര്യം? അല്ലാഹുവിന്റെ കിതാബായ ഖുർആനും എന്റെ സുന്നത്തുമാണെന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ. അപ്പൊ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ആധികാരികമായ അവലംബം. ഈ അവലംബം വിട്ട് പണ്ഡിതന്മാരെന്ന് പറയുന്ന ഇമാമികൾ എന്ന് പറയുന്ന കൂട്ടരെ കൂടിയാൽ ഖുർആനും സുന്നത്തുമായ നമ്മുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിക്കൽ വന്നു. അതുകൊണ്ടാണ് ഈ നാശമൊക്കെ ഇവിടെ ഉണ്ടായത്. ഞങ്ങൾ പറയുന്നത് ഖുർആന്റെയും സുന്നത്തിന്റെയും കൂടെ നിൽക്കണം എന്നാണ്. ഇവിടെ തന്നെ എത്ര വിരോധാഭാസമുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവർ ആരോടായി പറയുന്നത്? കേവലം സാധാരണക്കാരോട് പറയുന്നു, നിങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചാൽ മതി, ഈ പണ്ഡിതന്മാരെ പിന്നെ നിങ്ങൾ പോകേണ്ടതില്ല. സാധാരണക്കാർക്ക് ഖുർആനും സുന്നത്തും അറിയുമോ? ഖുർആൻ ഈ വിഷയത്തിൽ ഇന്നതാ പറയുന്നത്, സുന്നത്ത് ഇന്നതാ പറയുന്നത് എന്ന് സാധാരണക്കാരിൽപ്പെട്ട ഓരോരുത്തർക്കും അറിയുമോ? ആർക്കാണ് ഇതറിയുന്നത്? അപ്പോൾ പിന്നെ ആ വാദം എവിടെയാണ് എത്തുന്നത്?
നിങ്ങൾ ഇമാം ഷാഫിയെയും ഇമാം മാലിക് തങ്ങളെയും അബൂ ഹനീഫ ഇമാമിനെയും ഇങ്ങനെയുള്ള ഇമാമുകളെന്നും പിൻപറ്റണ്ട, ഞങ്ങളെ പിൻപറ്റിയാൽ മതി. ഇതല്ലേ പറഞ്ഞ അർത്ഥം? അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ അപ്പൊ ചോദിക്കും, എന്നാ പിന്നെ പൂർവീകരായ ഖുർആനും സുന്നത്തും പഠിച്ച മഹാരഥന്മാരായ പണ്ഡിതന്മാരാണല്ലോ ഈ പറയപ്പെട്ട ഇമാമുകൾ, അവരെ അനുകരിക്കലല്ലേ നല്ലത്? അതല്ലേ അഭികാമ്യം? അവിടുത്തെ എത്രയോ നൂറ്റാണ്ട് പിന്നിട്ടതിനു ശേഷം വന്ന നിങ്ങളാണോ അതിന് യോഗ്യർ, അർഹർ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്ത് മറുപടിയുണ്ട്? ഞാൻ പറയുന്നത് ഖുർആൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്തതാണ്, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂൽ എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നിൽ അല്ലാഹു തആല പറഞ്ഞു ഉലുൽ അംരി മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഉലുൽ അംറിനും വഴിപ്പെടണം. അല്ലാഹുവും റസൂലിനും വഴിപ്പെടാൻ പറഞ്ഞ അതേ രീതിയിൽ മൂന്നാമതൊരു കൂട്ടരെ പറയുന്നത് ഉലുൽ അംറാണ്. ആ ഉലുൽ അംറിനെ പിടിച്ചു നിൽക്കാൻ ഖുർആന്റെ നിർദ്ദേശമാണ്. അതെന്താ കാരണം? ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നത് ലോകത്ത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല. അത് ഖുർആനും സുന്നത്തും ആഴത്തിൽ പഠിച്ചവർക്ക് മാത്രമേ സ്വന്തം മനസ്സിലാക്കാൻ കഴിയൂ. അതാണ് ഖുർആനിൽ തന്നെ, ഖുർആൻ ഈ സൂക്തത്തിന്റെ വിശദീകരണത്തിൽ ഇമാം റാസി റഹ്മഹുല്ലാഹ് തന്നെ പറഞ്ഞു കാണാ, ലോകത്തുണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾ സംബന്ധിച്ചുമുള്ള വ്യക്തമായ പരാമർശം ഖുർആനിലോ സുന്നത്തിലോ കാണുക സാധ്യമല്ല. എന്നാൽ അതെല്ലാം ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് കണ്ടെത്തുക സാധ്യമല്ല. മാ ഫറത്നാ ഫിൽ ഖുർആനി ഫിൽ കിതാബി മിൻ ശൈഇൻ, അല്ലാഹു തആല പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ കിതാബായ ഖുർആനിൽ നാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, എല്ലാം ഖുർആനിലുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ഖുർആനി നബഅ മൻ ഖബലക്കും വഖബറ മൻ ബഅദക്കും വഹുക്മ മാ ബൈനക്കും, നിങ്ങളെ മുൻകാലത്ത് കഴിഞ്ഞു പോയ സംഭവങ്ങളിലേക്കുള്ള സൂചനയും വരാനിരിക്കുന്ന കാര്യങ്ങളിലേക്കുള്ള സൂചനയും എന്ന് വെക്കണ്ട, നിങ്ങളുടെ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള ഹുക്കുമും നിയമവും അതൊക്കെ ഖുർആനിലുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വാക്കിൽ കാണാം, പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കാത്ത ഒന്നുമില്ല. ലോകത്തൊരു വാക്യത്തും ഒരു സംഭവവും നടന്നിട്ടില്ല, നടക്കുകയുമില്ല എങ്ങനെയല്ലാതെ ഖുർആൻ അത് സംബന്ധിച്ച് പരാമർശിച്ചില്ലാതെ. പക്ഷേ അലിമഹു മൻ അലിമഹു, എല്ലാവർക്കും അത് അറിയുക സാധ്യമല്ല. അതറിയാൻ പറ്റിയ ചിലർ മാത്രം ഉണ്ട്. അവരാണ് ഖുർആൻ വിശേഷിപ്പിച്ച ഉലുൽ അംർ എന്ന് പേരിട്ട കൂട്ടർ. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമാ മുസ്തബിഹാത്തുൻ ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്. മഹാനായ നുഅ്മാൻ ബശീർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. നബി തങ്ങൾ പറയുന്നത് വ്യക്തമായ ഹലാൽ, വ്യക്തമായ ഹറാം, അത് ഖുർആൻ നസ്സാക്കിയതാണ്, വ്യക്തമാക്കിയതാണ്. പക്ഷേ ഖുർആൻ വ്യക്തമാക്കാത്ത കുറെ കാര്യങ്ങൾ അതിന്റെ ഇടയിലുണ്ട്. അത് ഹലാല് എന്നോ ഹറാമ് എന്നോ നിർണയിച്ച് പറയാൻ പെട്ടെന്ന് കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ്, ധാരാളം ആളുകൾ അതിനെ സംബന്ധിച്ച് അജ്ഞരാണ്, അറിയാത്തവരാണ്. അതിന്റെ ധ്വനി തന്നെ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഈ വാക്കിന്റെ ധ്വനി ഖലീലുൻ മിനൻ നാസ്, അത് സംബന്ധിച്ചറിയും, കുറഞ്ഞ ആളുകൾക്കറിയാം. ആരാണ് ആ കുറഞ്ഞ ആളുകൾ? അവർ മുജ്തഹിദീങ്ങളാണ്. ആ മുജ്തഹിദീങ്ങളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഉലുൽ അംർ എന്ന് പറയുന്നത്. അവർക്ക് കീഴ്പ്പെടണം, വഴിപ്പെടണം എന്നാണ് ഖുർആൻ നിർദ്ദേശം. അപ്പൊ നാം വഴി തെറ്റാതിരിക്കണമെങ്കിൽ നമ്മുടെ നേതൃത്വം എല്ലാ കാലത്തും ഉലമാഅാണ്. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ പറയുന്നത്. രാഷ്ട്രീയപരമായ ഭൗതികപരമായ പല താൽപര്യങ്ങളെ പേരിൽ മുസ്ലിങ്ങൾ
ഉലമാവിന്റെ നേതൃത്വം വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ എവിടേക്ക് എത്തിച്ചേരുമെന്ന് പറയാൻ കഴിയില്ല. ഹക്കിന്റെ മാർഗം ഈ ഒരു മാർഗമാണ്. അത് മഹത്തുക്കളായ ശരീഅത്തിന്റെ വാഹകരായ ആലിമീങ്ങളാണ്. അവരാണ് നഖലത്തു ശരീഅ, ശറഅനെ നമ്മളിലേക്ക് നഖൽ ചെയ്ത് ഉദ്ധരിച്ചു തരുന്ന മഹത്തുക്കൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആ തനതായ രൂപത്തിൽ സ്വീകരിച്ച സ്വഹാബയും അവരിൽ നിന്ന് അതേപോലെ ഒപ്പിയെടുത്ത മഹത്തുക്കളായ ആലിമീങ്ങളായ താബീകളും അവരിൽ നിന്ന് തബഉ താബീകളും അങ്ങനെ അയിമ്മത്തും മുജ്തഹിദുകളായ വലിയ വലിയ മഹാന്മാരായ ഇമാമുകൾ, അവരെയൊന്നും നിങ്ങൾ കൊച്ചാക്കണ്ട. ആരാണ് ഇമാം അബൂ ഹനീഫ തങ്ങൾ? ആരാണ് ഇമാം മാലിക് തങ്ങൾ? ഞാനൊരു മുജാഹിദിന്റെ പുസ്തകത്തിൽ വായിച്ചു, ഷാഫി മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഷാഫി മദ്ഹബിനെ കുറിച്ച് എഴുതിയ ബുക്കാണ്. അതിൽ ഒരു ഭാഗത്ത് പറയുന്നത് ഈ മദ്ഹബിന്റെ ഇമാമുകളിൽ നിന്ന് നമ്മൾ കുറ്റം പറയണ്ട. ഓ, വലിയ ഔദാര്യം തന്നെ. കാരണം എന്താ? അവർക്ക് ഇന്നത്തെ പോലെ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടാത്തതുകൊണ്ട് ധാരാളം ഹദീസുകൾ അവർക്ക് കിട്ടാതെ പോയി. അപ്പൊ കുറഞ്ഞ ഹദീസ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. ആ ബോധം അവർക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറഞ്ഞ ഹദീസേ അറിവുള്ളൂ, കുറഞ്ഞ വിവരമേ ഉള്ളൂ എന്നുള്ള ബോധം ഉണ്ടായി. ഈ സമസ്തക്കാരാണ് സംഭവിക്കുന്നത്. ഈ ബോധം അവർക്കുള്ളത് കൊണ്ട് അവർ വളരെ വിനയാന്വിതരായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടിയ ഹദീസുകൾ പരിമിതമാണ് എന്ന് വെച്ച് അവർ നടത്തിയ പല വീക്ഷണങ്ങളിലും അവർക്ക് തെറ്റുപറ്റിപ്പോയി. ഇത് സ്വാഭാവികമാണ്, അവർ കുറ്റപ്പെടുത്താനില്ല. അതിന് കാരണം പറഞ്ഞ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ അക്കാലത്ത് രചിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. പോരാ, ഇന്നാണെങ്കിൽ മൗലവിന് കൂട്ടിക്കൊടുക്കുന്നു. കമ്പ്യൂട്ടർ സംവിധാനിക്കപ്പെട്ട കാലമാണ്. ഞൊടിയുടെ ഹദീസുകളൊക്കെ കണ്ടെത്താൻ ഇപ്പൊ കഴിയും. അപ്പോ ഇജ്തിഹാദിന്റെ വാതിൽ അടഞ്ഞു പോയിട്ടില്ല. അത് യഥാർത്ഥത്തിൽ ധാരാളം ഹദീസുകളും സംഗതികളൊക്കെ വിജ്ഞാനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടതുകൊണ്ട് പണ്ടത്തെ ഇമാമുകളെക്കാൾ എത്രയോ വിവരം കൂടുതലാണ് ഇന്നത്തെ ആളുകൾക്ക് എന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. സംഭവം നേരെ മറിച്ചാണ്. ഹദീസുകൾ സംബന്ധിച്ചുള്ള വിജ്ഞാനങ്ങൾ അന്ന് അവരരികൾ കിടന്നിരുന്നത് ഗ്രന്ഥങ്ങളിൽ കൂടെയല്ല. ഫക്കാനത്ത് ദവാബീനുഹും സുദൂറഹും അല്ലത്തി തഹവി അളഅഫ മാ ഫീ ഹാദിഹി ദവാബീനി എന്ന് നമ്മളല്ല പറയുന്നത്. പുത്തനാശയക്കാരുടെ ഒക്കെ വലിയ നേതാവായ ഇബ്നു തൈമിയ തന്നെ ഇങ്ങനെ പറയുന്നവർക്ക് മറുപടി പറഞ്ഞുകൊണ്ട് റഫഉൽ മലാം അനിൽ അയിമ്മത്തിൽ അലാം എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമറിയാത്ത ജാഹിലുകൾ അവരാണ് ഇങ്ങനെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഏടുകളും സംവിധാനങ്ങളും ലൈബ്രറികളും ഗ്രന്ഥങ്ങളും ഒക്കെ രചിക്കപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയവർ, മരിച്ചു പോയവർ ഇന്നുള്ളവരെക്കാൾ എത്രയോ കൂടുതൽ ഹദീസുകൾ മനഃപ്പാടമാക്കിയവരായിരുന്നു. എത്രയവരെ മനഃപ്പാടം അവർ മനഃപ്പാടമാക്കിയത്? ലക്ഷക്കണക്കിന് ഹദീസുകളാണ്. 10 ലക്ഷം ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ മനഃപ്പാടമാക്കിയിരുന്നു. മഹാനായ അബൂദർ തങ്ങൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മകനായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ ചോദിച്ചു, നിങ്ങളെ പിതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മകൻ ചോദിച്ചു, എന്തേ? 10 ലക്ഷം ഹദീസ് മനഃപ്പാടമുള്ള ആളായിരുന്നു നിങ്ങളെ പിതാവ് എന്ന് പറഞ്ഞപ്പോ, അത് നിങ്ങൾക്കും ഹിഫ്ദില്ലേ? അപ്പൊ മൂപ്പർക്കും അത്ര ഹിഫ്ദുണ്ട്. ആ പറഞ്ഞ 10 ലക്ഷം ഹദീസ് നിങ്ങൾക്കും അറിയല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ ഹിഫ്ദാക്കിയത് ഹദീസിന്റെ മത്നുകൾ, ഹദീസുകൾ മാത്രമാണ്. ഓരോ ഹദീസും എന്നിലേക്ക് എത്തുന്ന പരമ്പര സനദ് സഹിതം എനിക്കറിയില്ല. ആ സനദ് മുഴുക്കെ
അറിയുന്ന ആളായിരുന്നു നിങ്ങളെ പിതാവ്. നിങ്ങളെ പിതാവിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ഹദീസുകൾ എഴുതപ്പെട്ടു. ആ ഹദീസുകൾ എത്തിയ സനദുകൾ അവിടെ എഴുതി വെച്ചിട്ടില്ല. കാരണം അത് ബഹുമാനപ്പെട്ടവരുടെ ഓർമ്മയിലുണ്ട്, ഹിഫ്ദിലുണ്ട്. അപ്പൊ അല്ലാഹു തആല അത്രയും വിശാലമായ ഹിഫ്ദ് കൊടുത്ത ആളാണ് അഹ്മദ് നംബൽ തങ്ങളെങ്കിൽ ആ അഹ്മദ് നംബൽ തങ്ങളുടെ ഉസ്താദാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കുറഞ്ഞ ഹദീസല്ല. കാരണം ഈ ശിഷ്യനായ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ബഹുമാനപ്പെട്ട അഹ്മദ് നംബൽ തങ്ങൾ പറഞ്ഞു, അയ്യു മസ്അലത്തിൻ ലം അറ ഫീഹാ ഖബറൻ ഖുൽതു ഫീഹാ ബിഖൗലി ശാഫിഈ റളിയല്ലാഹു അൻഹു. വല്ല മസ്അലയിലും എനിക്ക് ഹദീസ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആ വിഷയത്തിൽ എന്റെ ഉസ്താദായ ഇമാം ശാഫിഈ എന്ത് അഭിപ്രായമാണ് പെട്ടിരിക്കുന്നത് ഞാൻ അത് നോക്കും. യഥാർത്ഥത്തിൽ ഒരു മുജ്തഹിദ് മറ്റൊരു മുജ്തഹിദിനെ തഖ്ലീദ് ചെയ്യാൻ പാടില്ല എന്നാണ് പ്രമാണം. അപ്പൊ ബഹുമാനപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ഫഇന്നി റഅയ്തു ഫിൽ ഖബർ അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട ഹദീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ നൂറ്റാണ്ടിന്റെ തലയിലും എന്റെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്റെ സുന്നത്തിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരാളെ അല്ലാഹു നിശ്ചയിക്കും. അയാൾക്കുള്ള ഡ്യൂട്ടി എന്റെ സുന്നത്തിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കലും എന്റെ മേലിൽ ഇല്ലാത്തത് പറഞ്ഞു പരത്തുന്ന, കള്ളം പറഞ്ഞു പരത്തുന്ന അവരുടെ കള്ളത്തരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കലും. അങ്ങനത്തെ ഓരോ ആളുകളെ അല്ലാഹു ഓരോ നൂറ്റാണ്ടിന്റെ തലയിലും നിയോഗിക്കുമെന്ന് ഹദീസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിന്റെ തലയിൽ അങ്ങനത്തെ മഹാവ്യക്തിത്വം ഞാൻ കണ്ടത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആണ്. 2-ാം നൂറ്റാണ്ടിന്റെ തലയിൽ അപ്പറഞ്ഞ ആള് ഞാൻ അഭിപ്രായപ്പെടുന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തങ്ങളാകുന്നു. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ തങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ പറയും എന്ന് പറയാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട അഹ്മദ് നംബൽ തങ്ങൾ പറഞ്ഞതായി നിരവധി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഇമാമുകളൊക്കെ വളരെ കൊച്ച. ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ മൗലവി ഒരു സ്ഥലത്ത് പറയുന്നു, ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് ആകെ 17 ഹദീസേ ഉള്ളൂ. 17 ഹദീസ്. ഇവൻ എന്ത് പറ്റിപ്പോയതാ? ഒരു കിതാബൊന്നും അവതരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിൽ ഞാൻ നിർത്തുകയാണ്. പറഞ്ഞു വന്നത്, നമുക്ക് എന്നും നമ്മുടെ നേതൃത്വം മഹാരഥന്മാരായ ഉലമാക്കളാണ്, ആലിമീങ്ങളാണ്. അവരിലൂടെയാണ് പരിശുദ്ധ ദീനിനെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുന്നത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വ ഇന്നാ ലഹു ലഹാഫിദൂൻ. പരിശുദ്ധ ഖുർആനിന്റെ ആ വാചകങ്ങൾ മാത്രമല്ല പറഞ്ഞത്, നാമാണ് ഖുർആനെ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായി ഖുർആൻ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ നാമാണ് അവതരിപ്പിച്ചത്. അതിനെ നാം തന്നെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ സൂക്ഷിക്കൽ കർമ്മം ഇവിടെ ആരെയാണ് അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത്? ഖിയാമത്ത് നാൾ വരെ കണ്ണിമുറിയാതെ നിലനിൽക്കുന്ന, സത്യത്തിൽ മാത്രം അടിയുറച്ചു നിൽക്കുന്ന ആലിമീങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഇതിനെ തൊട്ടു പിന്നിൽ പറയുന്നു, വകൂനൂ മഅസ്സാദിഖീൻ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അതുകൊണ്ട് നിർത്തിയില്ല, നിങ്ങൾ പരമസത്യവാന്മാരെ കൂടെ നിൽക്കണമെന്നും അല്ലാഹു തആല പറഞ്ഞു. ഇത് ഒരു കാലത്തുള്ള മുസ്ലിമീങ്ങളോട് മാത്രമല്ല, ലോകാവസാനം വരെയുള്ള മുസ്ലിമീങ്ങളോട് അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ. എല്ലാ കാലത്തുമുള്ള മുഅ്മിനീങ്ങൾക്ക് അവലംബമായി സത്യവാന്മാരായൊരു വിഭാഗം എല്ലാ കാലത്തും ഉണ്ടായേ പറ്റൂ, ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഹബീബായി നബി തങ്ങൾ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ആരാണ്? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ് ലാ യദുർറുഹും മൻ ഖാലഫഹു. ഖിയാമത്ത് നാൾ വരെ സത്യത്തിൽ പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അവർക്കെതിരിൽ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചാലും അതൊന്നും അവരുടെ പ്രവർത്തനത്തിന് തടസ്സമായി വരില്ല.
ലാ യദുർറുഹും മൻ ഖാലഫു. അങ്ങനെ വരുന്ന പക്ഷം ദീൻ ഇവിടെ നിലനിൽക്കില്ല. ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടതാണ്. അത് നിലനിർത്താൻ അല്ലാഹു നിയോഗിച്ചത്, ഏൽപ്പിച്ചത് ഈ ഉലമാഇനെയാണ്. ആ ഉലമാണ് നമ്മുടെ എല്ലാം. അതാണ് നിങ്ങൾ ഖുർആനും സുന്നത്തും വഴിപ്പെടണമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നിൽ ഉലുൽ അംരി മിൻകും ആലിമീന. ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ ഉലുൽ ഇൽമി എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള അർത്ഥം. ആലിമീങ്ങളുടെ നേതൃത്വം. ഈ നേതൃത്വം പലതിന്റെയും പേരിൽ തെറ്റിച്ചു കളയാനുള്ള ശ്രമമാണ് എല്ലാ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇന്നും നാം കാണുന്നത്. അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, നാം എല്ലാ കാലത്തും ഈ ഉലമാവിനെയാണോ നേതൃത്വമായി വെച്ചിട്ടുള്ളതെങ്കിൽ അവർ തന്നെയാണ് നമ്മുടെ എന്നുമുള്ള നേതൃത്വം. ശക്തമായ നേതൃത്വം, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാത്ത ശക്തമായ നേതൃത്വം നമുക്കുണ്ട്. ഒരു കാലത്ത് പുത്തനാശയക്കാരുടെ രംഗത്ത് വന്ന് ജനങ്ങളെ ശിഥിലമാക്കാൻ വന്നപ്പോൾ അന്ന് ആ കാലത്തെ ഏറ്റവും വലിയ സയ്യിദ്, അല്ലാഹുവിന്റെ ആരിഫും കൂടിയായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അതേപോലെ തന്നെ വലിയ ആലിമും പുത്തൻവാദികളുടെ അക്കാലത്തെ പുത്തൻവാദികളെ പേടി സ്വപ്നമായിരുന്ന ആ കാലത്തെ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ്ങിൽ. ആ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും സ്ഥാനത്ത് തന്നെ നിൽക്കുന്ന മഹാരഥന്മാരായ രണ്ട് ആലിമികൾ ഇന്നും നമ്മുടെ നേതൃത്വത്തിലുണ്ട്. ഒന്ന് ഇന്ന് സാദാത്യങ്ങളുടെ കുടുംബത്തിൽ കാരണവരും ഏറ്റവും വലിയ പണ്ഡിതനും ആലിമും എല്ലാമായ നിറഞ്ഞ തികഞ്ഞ എല്ലാ ഗുണത്തിന്റെയും ഉടമയായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളവറുകളും, അതേപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന മഹൽ വ്യക്തിത്വത്തിനുടമയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളും അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ആ നേതൃത്വമാണ് നമുക്കുള്ളത്. ഈ നേതൃത്വം എന്നും ഇവിടെ നമുക്ക് നിലനിൽക്കണം. അള്ളാഹു ആഫിയത്തോടെ നിലനിർത്തിത്തരാൻ നമ്മളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും ഈ ഉലമാ എന്ന് പറയുന്ന ആ നേതൃത്വത്തെ നാം കൈവിട്ടാൽ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഹക്കിന്റെ മാർഗം അതാണ്. ഖുർആൻ തന്നെ പറഞ്ഞ എന്താ? ഇവരുടെ ഈ മാർഗമാണ് മുസ്തഖീമായ ചൊവ്വായ വഴി. ആ മാർഗത്തോട് നിങ്ങൾ പിൻപറ്റണം. അതിൽ നിങ്ങൾ പിൻപറ്റിയില്ലെങ്കിൽ നിങ്ങൾ ശിഥിലമായി പലതായി പോകും. ഉലമാവിന്റെ നേതൃത്വം വിട്ടപ്പോഴാണ് പലരുടെയും പിന്നാലെ പലരും പോയി. അങ്ങനെ സമൂഹം ശിഥിലമായി. അതൊരിക്കലും വരാൻ പാടില്ല. ഖുർആനിൽ തന്നെ സൂറത്ത് യൂസുഫിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നു, ഖുൽ, തങ്ങൾ പറയുക നബിയേ, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ റൂട്ട്. അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അനാ വമൻ ഇത്തബഅനി, ഞാനും എന്നെ അനുധാവനം ചെയ്തവരും ഈ മാർഗത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. വെറുതെയല്ല, നല്ല ബസീറത്തോടെ, നല്ല കാഴ്ചയോടെ, ഉൾക്കാഴ്ചയോടെ നിങ്ങളെ ഈ വഴിയിലേക്ക് ഞാൻ വിളിക്കുന്നു. ആ വഴിയിൽ നമ്മൾ പോയാൽ രക്ഷപ്പെട്ടു. ഇത് ഒരു രൂപേണ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിന് കാണിച്ചു കൊടുത്തു. ഒരു നീണ്ട വഴി. ആ വഴിയുടെ രണ്ട് സൈഡിലും ചെറിയ ചെറിയ വഴികൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ കാണുന്ന മുസ്തഖീമായ ചൊവ്വായ വഴി ഇതാണ് എന്റെ വഴി. ഇതിന്റെ തലക്ക് ഞാൻ നിൽക്കുന്നു. ഇതിലൂടെ പോകുന്നവരോട് ഞാൻ പറയും, നിങ്ങൾ നേരെ പോയിക്കൊള്ളണം. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തിരിയരുത്, ശരിയരുത്. ആ രണ്ട് സൈഡിലുമുള്ള മാർഗങ്ങൾ എല്ലാം ലലാലത്തിന് മാർഗങ്ങളാണ്. മുസ്തഖീമായ ചൊവ്വായ വഴി ഒരു വഴി മാത്രമാണ്. ആ വഴിയാണ് നമ്മൾ ഈ പറഞ്ഞ വഴി. അതുകൊണ്ട് ആ വഴിയാണ് 5 നേരത്തെ നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നിന്റെ മുസ്തഖീമായ ചൊവ്വായ ആ വഴി അള്ളാഹു നമുക്ക് തരാൻ വേണ്ടി അള്ളാഹ് നമ്മളോട് പറയുന്നു, 17 പ്രാവശ്യം നിങ്ങൾ നിർബന്ധമായി ചോദിക്കണം. 5 നിസ്കാരങ്ങളിൽ
ഓരോ റക്അത്തിലും ഇത് പറയുമ്പോൾ 17 റക്അത്തുകളിൽ 17 പ്രാവശ്യം നിർബന്ധമായി ഇത് അള്ളാഹുവിനോട് നാം ചോദിക്കാൻ കടമപ്പെട്ടിരിക്കുന്നു. ആ വഴിയിൽ അള്ളാഹു നമ്മളെ ഉറപ്പിച്ചു നിർത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ധാരാളം ആളുകളുണ്ട്. എല്ലാത്തിനെയും കുറഞ്ഞ ഉസ്താദിനെ നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങളൊക്കെ ദുആർക്കണമെന്ന വസിയത്തോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.